Hi dears, how are you? I hope you are fine. Yes. In the last class, we have learned about second chapter, Kalam Ka Kamal. Okay, did you read well that chapter? Yes, today we are going to start in the rest of it. Let's take a book fast. Open page number 30. Okay. Yes, listen. कलाम के पिता के साथ अहमद जलालुद्दीन नाम का एक व्यक्ति काम करता था। बाद में उनकी शादी कलाम की बहन जौहरे का साथ हुई। कलाम की दोस्ती जलालुद्दीन के साथ जम गई। दोनों के उम्र में 15 साल का अंतर था। वे दोनों हर शाम लंबी सैर पर निकल जाया करते थे। रामेश्वरम में जलालुद्दीन अकेले व्यक्ति थे जो अंग्रेजी जानते थे। वे हमेशा कलाम के साथ साहित्य, विज्ञान आदि विषयों पर बातें करते थे। लिसन, कलाम के पिता के साथ अहमद जलालुद्दीन नाम का एक व्यक्ति काम करता था। A man named Ahmad Jalaluddin worked with Kalam's father. കലാമിന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അഹമ്മദ് ജലാലുദ്ദീൻ. बाद में उनकी शादी कलाम की बहन ജോഹറെ के साथ हुई. बाद में ശേഷം അദ്ദേഹത്തിന്റെ മാരേജ് കലാമിന്റെ സിസ്റ്റർ ജോഹറയുമായിട്ട് നടന്നു. കലാമിന്റെ സിസ്റ്റർ ജോഹറെ വിവാഹം കഴിച്ചത് അഹമ്മദ് ജലാലുദ്ദീൻ ആയിരുന്നു. He was married Kalam's sister Johara. कलाम की दोस्ती जलालुद्दीन के साथ जम गई. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ദൃഢമായി. ആരുമായിട്ട്? കലാമും ജലാലുദ്ദീനും. അഹമ്മദ് ജലാലുദ്ദീനും കലാമിൻ്റെയും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെയധികം शक्ति प्राप्त हो. दोनों के उम्र में 15 साल का अंतर था. രണ്ടുപേരുടെയും ഏജിലെ എത്ര ഡിഫറൻസ് ഉണ്ടായിരുന്നു? 15 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു കലാം ആൻഡ് ജലാലുദ്ദീൻ. वे दोनों हर शाम लंबी सैर पर निकल जाया करते थे. वे दोनों ഇവർ രണ്ടുപേരും ആരാ? രണ്ടുപേര് കലാം ആൻഡ് ജലാലുദ്ദീൻ ഹർ ഷാം ലംബി സൈർ എല്ലാ ഈവനിങ്ങിലും ഒരുപാട് ദൂരം നടക്കുമായിരുന്നു, സഞ്ചരിക്കുമായിരുന്നു, വെറുതെ യാത്ര ചെയ്യുമായിരുന്നു കലാം ആൻഡ് ജലാലുദ്ദീൻ. रामेश्वरम में जलालुद्दीन अकेले व्यक्ति थे जो अंग्रेजी जानते थे. രാമേശ്വരത്തെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതാരായിരുന്നു? കലാമിന്റെ അളിയനായ ജലാലുദ്ദീൻ. ഇവർ രണ്ടുപേരും ഓൾവേസ് ടോക്ക്ഡ് വിത്ത് കലാം വിജ്ഞാൻ വിജ്ഞാൻ എന്താ ഏത് വിഷയത്തെ കുറിച്ച്? സയൻസ് വിഷയമായിട്ട് ഒരുപാട് നേരം ചർച്ച ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ഓൾവേസ് രണ്ടുപേരും എപ്പോൾ നോക്കിയാലും ഏത് കാര്യത്തെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? സയൻസ് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. कलाम के पिता के साथ अहमद जलालुद्दीन नाम का एक व्यक्ति काम करता था. बाद में उनकी शादी मैरिज कलाम की बहन जौहरे के साथ हुई थी. कलाम की दोस्ती फ्रेंडशिप जलालुद्दीन के साथ जम गई. दोनों के उम्र एज 15 साल का अंतर था. डिफरेंस. वे दोनों हर शाम लंबी सैर पर निकल जाया करता थे. सैर വാക്കിനിറങ്ങുമായിരുന്നു എന്നും. रामेश्वरम में जलालुद्दीन अकेले व्यक्ति थे
जो अंग्रेजी जानते थे. രാമേശ്വരത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അത് ജലാലുദ്ദീൻ ആയിരുന്നു. वे हमेशा कलाम के साथ അവരെല്ലായ്പ്പോഴും ജലാലുദ്ദീനും കലാമുമായിട്ട് സാഹിത്യവും അതുപോലെ വിജ്ഞാനവും ലിറ്ററേച്ചർ അതുപോലെ സയൻസും മുതലായ വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തുമായിരുന്നു. സാഹിത്യ, ലിറ്ററേച്ചർ, വിജ്ഞാൻ, സയൻസ്. ഓക്കെ, get it? Let's move on to next paragraph. कलाम के बचपन में एक और साथी था, शमसुद्दीन, जो उनके चचेरे भाई था. वे रामेश्वरम में अखबारों के वितरक थे. वे अकेले ही सारा काम करते थे. कलाम के बचपन में एक और साथी था, शमसुद्दीन, जो उनके चचेरे भाई थे. वे रामेश्वरम में अखबारों के वितरक थे. वे अकेले ही सारा काम करते थे. yes. कलाम के बचपन में एक और साथी था, अनदर कंपानियन इन कलाम ചൈൽഡ്ഹുഡ്. വേറൊരു കമ്പാനിയൻ കൂടെ ഉണ്ടായിരുന്നു കലാമിന് ചെറുപ്പകാലത്ത്. ആരായിരുന്നു അത്? शमसुद्दीन. Who is that? शमसुद्दीन, जो उनके चचेरे भाई थे. അത് അദ്ദേഹത്തിന്റെ കസിൻ ആയിരുന്നു शमसुद्दीन. वे रामेश्वरम में अखबारों के वितरक थे. അദ്ദേഹം രാമേശ്വരത്തെ ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു. ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു शमसुद्दीന് രാമേശ്വരത്തുണ്ടായിരുന്നത്. वे अकेले ही सारा काम करते थे. അവർ ഒറ്റയ്ക്കായിരുന്നു എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. कलाम के बचपन में एक और साथी था, शमसुद्दीन. साथी, फ्रेंड. इनके चचेरे भाई कसिन ब्रदर. वे रामेश्वरम में अखबारों के वितरक थे. अखबार, न्यूज़पेपर. वे अकेले ही सारा काम करते थे. അക്കേലെ, എലോൺ, ഒറ്റയ്ക്കായിരുന്നു എല്ലാ ജോലി. അഖബാർ എന്ന പത്രത്തിൻ്റെ കെട്ടുകൾ അടുക്കുക, അതിൻ്റെ വിതരണ സപ്ലൈ ചെയ്യുക, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു शमसुद्दीन. हर सुबह रामेश्वरम में अखबार ट्रेन से पहुंचता था. अखबार के बंडल को रामेश्वरम और धनुषकोडी के बीच चलती ट्रेन पे फेंक दिया जाता था. शमसुद्दीन को एक लड़के की आवश्यकता पड़ी जो फेंके हुए अखबारों को इकट्ठा कर सके. यह मौका बालक कलाम को मिल गया. कलाम की पहली कमाई यही से हुई. हर सुबह रामेश्वरम में अखबार ट्रेन से पहुंचता था. अखबार का बंडल को रामेश्वरम और धनुषकोडी के बीच चलती ट्रेन से फेंक दिया जाता था. शमसुद्दीन को एक लड़के की आवश्यकता पड़ी जो फेंके हुए अखबारों को इकट्ठा कर सके. यह मौका बालक कलाम को मिल गया. कलाम की पहली कमाई यहीं से हुई. हर सुबह, ഓരോ പ്രഭാതത്തിലും രാമേശ്വരം അഖബാർ ട്രെയിൻ സേ പഹുഞ്ചാ था. ശംസുദ്ദീൻ്റെ ജോലി എന്തായിരുന്നു? ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ വഴിയാണ് ന്യൂസ് പേപ്പറൊക്കെ എത്തുക. അപ്പം ഈ ന്യൂസ് പേപ്പർ अखबार के बंडल न्यूज़पेपर का വലിയ കെട്ടുകൾ रामेश्वरम और धनुषकोडी के बीच चलती ट्रेन पे फेंक दिया जाता था. രാമേശ്വരത്തിൽ നിന്നും ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും എറിയ ചെയ്യുക. फेंक देना, एरिया, फेंक, थ्रोन. शमसुद्दीन को एक लड़के की आवश्यकता पड़ी. അപ്പോൾ शमसुद्दीन ജോലിക്ക് വേണ്ടി, ഇതിന് സഹായത്തിന് വേണ്ടി ഒരു കുട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ലड़के. वे फेंके हुए अखबारों को इकट्ठा कर सके. അപ്പോൾ ഇങ്ങനെ ഈ ട്രെയിനിൽ നിന്നും എറിയുന്ന ഈ പത്രങ്ങൾ ഒരുമിച്ച് കൂട്ടി പല സ്ഥലങ്ങളിലേക്കുള്ള
income, first income came from here. Where is Shamsuddin के पास. ഷംസുദ്ദീനിൽ നിന്നുമാണ് ആദ്യത്തെ ഇൻകം ആർക്ക് ലഭിച്ചത്? കലാമിന് ലഭിച്ചത്. എന്തായിരുന്നു ജോലി? अखबार फेंकते हुए अखबार का बंडल इकट्ठा करना, अदायनु जोड़ी. ओके, get it all? Yes, listen once more. All of you read with me. हर सुबह रामेश्वरम में अखबार ट्रेन से पहुंचता था. अखबार के बंडल को रामेश्वरम और धनुषकोडी के बीच चलती ट्रेन से फेंक दिया जाता था. शमसुद्दीन को एक लड़के की आवश्यकता पड़ी जो फेंके हुए अखबारों को इकट्ठा कर सके. यह मौका बालक कलाम को मिल गया. कलाम की पहली कमाई ഇതിൽ हुई. കണ്ടോ, ആരായിരുന്നു കലാം, എന്തായിരുന്നു കലാം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുക. ബാക്കിയൊക്കെ വഴി അങ്ങ് വന്നു. कलाम कलाम को पढ़ने और सीखने का बड़ा शौक था. അത് പ്രത്യേകം പറയുന്നുണ്ട്. सेंट जोसेफ कॉलेज से उन्होंने बीए की उपाधि प्राप्त की. आगे की पढ़ाई के लिए वे चेन्नई पहुंचे. वहां से उन्होंने अंतरिक्ष विज्ञान की पढ़ाई की. कलाम को पढ़ने की എന്നിരുന്നാലും വലിയ ഉയരങ്ങളിലൊന്നല്ല, വലിയ ഇന്റലിജന്റ് ഒന്നും ആയിരുന്നില്ല കലാം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തിന് പഠിക്കാനുള്ള എന്തുണ്ടായിരുന്നു? വലിയ ഇൻട്രസ്റ്റ്, ഷൗക്ക്, ആഗ്രഹം, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സെന്റ് ജോസഫ് കോളേജ് से उन्होंने बीए की. അങ്ങനെ സെന്റ് ജോസഫ് കോളേജിൽ നിന്നും അദ്ദേഹം BA ഉപാധി ഡിഗ്രി കരസ്ഥമാക്കി. ആगे की पढ़ाई के लिए അങ്ങനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ചെന്നൈ പहुंचे. എവിടെത്തി? ചെന്നൈയിലെത്തി. वहां से उन्होंने अंतरिक्ष विज्ञान की पढ़ाई की. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം സ്പേസ് സയൻസ് പഠിച്ചത്. അന്തരീക്ഷ വിജ്ഞാൻ, സ്പേസ് സയൻസ് അദ്ദേഹം പഠിച്ചത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ കലാം പഠനയ്ക്ക് സീക്ക്. നേരത്തെ പറഞ്ഞ നമ്മൾ എന്താ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കലാമിന് നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതുപോലെ കലാം को पढ़ने और सीखने का बड़ा शौक. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പഠിക്കുക എന്ന് വെച്ചാലേ. സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് അദ്ദേഹം ചെയ്തു, BA ഡിഗ്രി പാസ്സായി. ആഗേക്ക് പഠായി. അപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി അദ്ദേഹം പോയത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സ്പേസ് സയൻസ് പഠിച്ചത്. कलाम का सपना था कि वे भारतीय वायुसेना के पायलट बने, परंतु यह सफल न हुआ. फिर भी उन्होंने हार नहीं मानी. उन्होंने ISRO में प्रवेश किया. ISRO और कई परियोजनाओं का सफलतापूर्वक संचालन किया. वे एक दार्शनिक थे. उन्होंने अपनी सोच को अमल में लाने के लिए देश के बच्चों और युवाओं को जागरूक करने का निश्चय किया था. भारत सरकार ने उन्हें भारत रत्न से विभूषित किया. कलाम का जन्मदिन विश्व विद्यार्थी दिवस के रूप में मनाया जाता है. 27 जुलाई 2015 को उनकी मृत्यु हुई. ये महान पुरुष दुनिया भर में मिसाइल मैन के नाम से जाने जाते हैं. कलाम का सपना था कि वे भारतीय वायुसेना का पायलट बने. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹം കലാമിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഭാരതീയ വായുസേനയ്ക്ക് പൈലറ്റ്, ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റ് ആവുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവുക എന്നുള്ളത്. പരതിയ സഫൽ ഹുവ, എന്നാൽ ആ ആഗ്രഹം ചെയ്തില്ല, സാധ്യമായില്ല. फिर भी उन्होंने हार नहीं मानी. അതാ പറഞ്ഞത്, എന്താഗ്രഹമാണെങ്കിലും നമ്മൾക്ക് സാധിക്കാതെ പോയതിൽ ദുഃഖിച്ചിരിക്കാതെ അദ്ദേഹം ചെയ്തില്ല, അദ്ദേഹത്തിന് ഈ ഉन्होंने हार नहीं माना, അദ്ദേഹം
പരാജയം അംഗീകരിച്ചില്ല. അതെനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തില്ല, ദുഃഖിച്ചൊരു ഭാഗത്ത് ഇരുന്നില്ല. ഉन्होंने ISRO में പ്രവേശിക്കുക. പെട്ടെന്ന് എന്ത് ചെയ്തു, ISROയിൽ പ്രവേശിച്ചു. കൈ പരിയോജനാओं का സഫലതാപൂർവ്വം സഞ്ചാലൻ കിയ. എന്താണ്, കുറെ സെവറൽ പ്രോജക്ട്സ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റ് ആവുക എന്നായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയം അംഗീകരിച്ചോ? ഇല്ല, പരാജയപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ISROയിൽ പ്രവേശിക്കുകയും അവിടെ ഒരുപാട് സെവറൽ പ്രോജക്ട്സ് ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. വേ ഏക് ദാർശനിക് थे. അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. ദാർശ